അങ്ങനെ ഒടുവിൽ ആ കാര്യത്തിന് തീരുമാനമായി. സന്ദീപ് വാര്യർ BJP ബന്ധം ഉപേക്ഷിച്ച് മുഴുനീള സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി മാറിയിരിക്കുന്നു. അപ്പൊ ആ ടെൻഷൻ എന്തായാലും മാറിയല്ലോ. ഇനി വാര്യർ എന്തെല്ലാം ചെയ്യണം? ഇനി അടിയന്തരാവസ്ഥയെ പുകഴ്ത്തണം. വഖഫ് ബോർഡ് ബില്ലിന്റെ പ്രാധാന്യവും അതിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചെല്ലാം ജനങ്ങളെ മനസ്സിലാക്കിക്കണം. അതിന്റെ പേരിൽ BJP മുതലെടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കണം. അതിന് ഇനി കത്തോലിക്ക സഭയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, മുസ്ലിം ലീഗിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഉദ്ധവ് താക്കറെ എന്ന് പറഞ്ഞൊരു വായിലോക്കി പറ്റി കേട്ടിട്ടുണ്ടോ? ഇയാളുടെ അച്ഛനുണ്ടായിരുന്നു ബാൽ താക്കറെ, നല്ല അസലൊരു ആൺകുട്ടി. പക്ഷെ ഉണ്ടായതൊരു മൊണ്ണയായി പോയി. ഈ മൊണ്ണയെ പിടിച്ച് കൂടെ നിർത്തുകയും ചെയ്തു. കാരണം ഈ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ ബോധവും ഈ രാഷ്ട്രത്തിന്റെ സമാധാനവും ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും എല്ലാം ഉറച്ചു നിൽക്കുന്നത് ഒറ്റ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷം കിടക്കുന്നു എന്നത് മാത്രമാണ്. ഹിന്ദുക്കളുടെ ജനാധിപത്യ ബോധം, അവരുടെ സഹിഷ്ണുത, അവരുടെ മതസൗഹാർദ്ദം, എല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കാൻ കാണിക്കുന്നവരുടെ മനസ്സ്, ഇതിന്മേൽ നിലനിന്ന് പോകുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. പക്ഷെ അതിന് തന്നെ വെല്ലുവിളിയാവുകയും അതിനെ തന്നെ തകർക്കുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ എന്നേക്കുമായി മുച്ചൂടും മുടിക്കണം എന്ന് കരുതിയിട്ടുള്ള ഒരു വൃത്തികെട്ട പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അതിന്റെ കൂടെ ജോയിൻ ചെയ്യുകയും ചരിത്രത്തിൽ ആദ്യമായി ബാൽ താക്കറയുടെ വീട്ടിന് മുന്നിൽ മുസ്ലിം മതപ്രീണനവാദികൾ ചേർന്നിട്ട് സമരം വിളിക്കുകയും അക്രമാഹ്വാനം നടത്തുകയും ചെയ്തത് മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ്. ഇത്രയും ഗതികേടിലേക്കും നാണക്കേടിലേക്കും അതിനെ കൊണ്ടെത്തിച്ചത് വാഴപ്പീണ്ടി നട്ടല്ലായിട്ടുള്ള ഒരു മകൻ ബാൽ താക്കറേക്ക് ജനിച്ചു പോയത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് സംഭവിച്ചത് മറ്റൊന്നുമല്ല, അധികാരമോഹം. കെ സുരേന്ദ്രന്റെ ഒറ്റപ്പെടുത്തൽ. കെ സുരേന്ദ്രനെ ഒറ്റപ്പെടുത്തിയാൽ കെ സുരേന്ദ്രൻ അവിടെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ, താനിങ്ങോട്ടേക്ക് കൊടുന്ന്. താനിപ്പോ ചെന്ന് കയറിയ പാർട്ടി ഒന്ന് ആലോചിക്കുക. ഇനി ആ പാർട്ടിക്കാരോട് ഒരു കാര്യം പറയാനുള്ളത്, സന്ദീപ് വാര്യർ വന്ന് കയറിയെന്ന് കരുതി നിങ്ങൾ പഴയ രാജ്യത്തെ ഭരണഘടനയെ സസ്പെൻഡ് ചെയ്ത വൃത്തികെട്ട പാർട്ടി തന്നെയാണ്. നിങ്ങൾ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന്റെ പേരിൽ 10,000-കണക്കിന് സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത വൃത്തികെട്ട പാർട്ടി തന്നെയാണ്. വഖഫ് ബോർഡ് പോലുള്ള മതഭീകരമായ വർഗീയ വിഷ നിയമങ്ങൾ രാജ്യത്ത് പാസാക്കിയ നികൃഷ്ടമായ പാർട്ടി തന്നെയാണ്. രാജ്യത്തിന്റെ പട്ടാളക്കാർ യുദ്ധം ചെയ്ത് നേടിയെടുത്ത മണ്ണ് ഇന്ദിരാഗാന്ധി പാകിസ്ഥാന് തന്നെ വിട്ടുകൊടുത്തിട്ടുള്ള സംഭവം ചെയ്ത അതേ വൃത്തികെട്ട പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. രാജ്യത്തിന്റെ വലിയൊരു കഷ്ണം, കേരളത്തിനേക്കാൾ വലിപ്പമുള്ളൊരു കഷ്ണം ചൈന കൊണ്ടുപോയപ്പോൾ അത് പുല്ലുപോലും മുളയ്ക്കാത്ത ഭൂമിയാണ് എന്ന് പറഞ്ഞ നെഹ്റു ഉണ്ടായിരുന്ന വൃത്തികെട്ട പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ്. രാജ്യത്ത് ലോകം മുഴുവൻ ജനങ്ങൾ 3Gയും 4G ഒക്കെ ഉപയോഗിച്ചപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് 3G കണക്ഷൻ നിഷേധിച്ച് 2G മാത്രം കൊടുത്ത് അഴിമതി നടത്തിയ വൃത്തികെട്ട പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. രാജ്യത്ത് നാഷണൽ ഹൈവേകളൊന്നും വികസിപ്പിക്കാതെ രാജ്യത്തിന്റെ വികസനം എന്നേക്കുമായി മുരടിപ്പിച്ച് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച കുറെ മൊണ്ണകളുടെ പാർട്ടി മാത്രമാണ് കോൺഗ്രസ്. ആ മൊണ്ണകളുടെ കൂട്ടത്തിൽ പുതിയതായിട്ടൊരു മൊണ്ണ കൂടി വന്നു എന്ന് മാത്രമേ സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. നിങ്ങളുടെ പാർട്ടി ഈ രാജ്യത്ത് ചെയ്തു വെച്ചിട്ടുള്ള വർഗീയ വിഷക്കുത്തിത്തിരിപ്പുകളുടെ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഞങ്ങൾ ഇളക്കിയിടും എന്നതിൽ നിങ്ങൾക്ക് ആർക്കും സംശയമൊന്നും വേണ്ട. പിന്നെ ശ്രീമതി പത്മജ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് വന്നപ്പോൾ അമ്മയ്ക്കും അപ്പനും അപ്പന്റെ അപ്പനും വരെ ചീത്ത വിളിച്ചവന്മാര് ഇപ്പോഴുണ്ട്. അതുപോലെ സന്ദീപ് വാര്യരുടെ അമ്മയ്ക്കും അച്ഛനും വിളിക്കാൻ ഇത് കോൺഗ്രസും അല്ല. പാർട്ടിക്ക് റബലായി നിന്നവരെ വെട്ടിക്കൊല്ലുകയും തച്ചൊടുക്കുകയും ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ല BJP. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാനൊന്നും ഇവിടെ ആരും തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്നെ ആൾക്കാർ ഒതുക്കുന്നു, എന്നോട് ആൾക്കാർ എനിക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ആർക്കാണ് ഈ ലോകത്ത് അർഹതപ്പെട്ട അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നത്? എത്ര പേര് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയും. ഈ രാജ്യത്തിന്റെ പൂർണ്ണമായ വികസനത്തിന് വേണ്ടി തന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഈ രാജ്യത്തിന്റെ പൂർണ്ണമായ വികസനവും പാവങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ സമാധാന അന്തരീക്ഷവും കാത്തു സൂക്ഷിച്ച ഒരു പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ തവണ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സംഘടന രൂപീകരിച്ച് അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രം ആ വ്യക്തിക്ക് സീറ്റുകൾ കുറഞ്ഞു. എന്തേ? ഈ രാജ്യത്തിലെ പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു പ്രധാനമന്ത്രിക്ക് ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നണ്ടേ? എന്നെ അംഗീകരിക്കുന്നില്ല എന്ന്. വെട്ടേറ്റു മരിച്ച, ക്രൂരമായി കൊല ചെയ്യപ്പെട്ട എത്രയോ സ്വയം സേവകർ ഈ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ ഭാര്യമാർ, അമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഇവരൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിൽ നിലനിൽക്കുകയും അനാഥമാക്കപ്പെടുകയും ചെയ്തവരാണ് എന്ന് സന്ദീപ് വാര്യർക്ക് തോന്നുന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ പൊക്കോളൂ. നിങ്ങളെ ആരും ഇവിടെ പിടിച്ചു വെക്കുന്നൊന്നുമില്ല. പിന്നെ സന്ദീപ് വാര്യർക്ക് ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ട്. BJP എന്ന പ്രസ്ഥാനത്തിന്റെ വക്താവായി ചാനൽ ചർച്ചകളിൽ ഇരുന്നു കൊണ്ട് ഷമാ മുഹമ്മദിനെയും അതുപോലെ തന്നെ എതിർചേരിയിൽ ഇരുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഡിമാലി ഗുണ്ടന്മാരെയും കോൺഗ്രസ്സുകാരെയൊക്കെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച ആളാണ്. അതേ വാഗ്ധോരണികൾ കൊണ്ട് തന്നെ BJPക്കാരെ നേരിടും
ഇനി അടുത്ത പത്രസമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ ഡിബേറ്റുകളിൽ ഞാനായിരിക്കും കോൺഗ്രസ് വക്താവായി ഇരിക്കുന്നതെന്നും BJP-ക്കാരന്റെ മുന്നിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരു മെന്റാലിറ്റി താങ്കൾക്കുണ്ടാകും. ആ മെന്റാലിറ്റിയും കൊണ്ട് താനങ്ങ് ഇരുന്നാൽ മതി. ഇതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പഞ്ഞവും ഉണ്ടാവില്ല, ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് പഞ്ഞവും ഉണ്ടാവില്ല. സന്ദീപ് വാര്യരെ അങ്ങനെ നേരിടാൻ സന്ദീപ് വാര്യർ ഉള്ളത് കൊണ്ട് മാത്രം ശരി അദ്ദേഹം മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിരുന്ന എത്രയോ പ്രവർത്തകർ ഇതിലുണ്ടാകും. അതൊക്കെ ഇനി ചിലപ്പോൾ സന്ദീപ് വാര്യർ കാണാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ആകണമെന്ന് ആഗ്രഹമുള്ള സ്ഥാനാർത്ഥി ആകാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയണം. അപ്പോഴേ പറയില്ലേ പറ്റൂല എന്ന്. സ്വയമായിട്ട് രാഷ്ട്രത്തെ സേവിക്കാൻ അർപ്പണം ചെയ്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് എനിക്ക് കിട്ടിയാലേ സംതൃപ്തപ്പെടുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. സന്ദീപ് വാര്യർ ഇനി ചെയ്യേണ്ടത് മഹത്തായ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് അനുഭവിച്ച യാതനകളെ കുറിച്ചൊരു പുസ്തകം എഴുതുകയാണ്. അതുമല്ലെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് സ്പോൺസർ ചെയ്ത് സൃഷ്ടിക്കപ്പെട്ട വർഗീയ കലാപങ്ങളെ പറ്റിയുള്ള കണ്ണീരിൽ അലിയിക്കുന്ന കഥകൾ എഴുതുകയാണ്. ഇനി താങ്കൾ പറയേണ്ടത് കോൺഗ്രസ് എന്ന കുടുംബം ഈ രാജ്യത്തിലെ ജനങ്ങളിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടോ? അയ്യോ, അത് വേണ്ട. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സഹോദരനും സഹോദരിയുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും 4 നേരം വാഴ്ത്തുക എന്നതാണ്. 24 മണിക്കൂറും രാഹുൽ ഗാന്ധിയുടെ കാൽക്കൽ പോയി നക്കുക എന്നതും പ്രിയങ്ക ഗാന്ധിയുടെ സാരിത്തുമ്പ് പിടിച്ചിട്ട് മൂക്ക് അമ്മുമ്മയുടെ പോലെ ഉണ്ടെന്ന് പറയുക എന്നതാണ് നിങ്ങൾക്ക് ഏക ജോലി. കോൺഗ്രസ്സുകാർ ചോദിച്ചു നോക്കിയാൽ കോൺഗ്രസ്സുകാർ പറയും, ഇവിടെ വരുന്ന കോൺഗ്രസ്സുകാരന് ഒറ്റ ജോലിയേ ഉള്ളൂ, രാഹുൽ ഗാന്ധി എന്ത് മണ്ടത്തരം പറഞ്ഞാലും നീണാൽ വാഴട്ടെ എന്ന് പോയിട്ട്. പ്രിയങ്ക ഗാന്ധി കാണുമ്പോഴൊക്കെ മുടി അമ്മുമ്മയെ പോലെ ഉണ്ടിട്ടോ, മൂക്ക് അമ്മുമ്മയെ പോലെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞ് വാനോളം പോയിട്ട് നിങ്ങൾ തന്നെ അമ്മുമ്മ എന്ന് പറയുക മാത്രമാണ് നിലവിൽ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്കും നേതാക്കന്മാരായ കോൺഗ്രസ്സുകാർക്കും ജോലി. അതിന് സന്ദീപ് വാര്യർ ചെയ്യുക എന്നതല്ലാതെ സന്ദീപ് വാര്യർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കോൺഗ്രസ് ഉണ്ടാകാൻ പോകുന്നില്ല. എളിയ കോൺഗ്രസ് പ്രവർത്തകനായി നിൽക്കുക. പിന്നെ തന്നെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം വ്യക്തി എന്നത് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ഘടകമല്ല. നരേന്ദ്രമോദി ഇല്ലാതിരുന്ന കാലത്തും ഈ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്തവരും പ്രവർത്തിച്ചവരും ഉണ്ട് കേട്ടോ. ഐ സല്യൂട്ട് ദം. ഒരു കാലത്ത് നമുക്ക് എല്ലാം കണ്ണിന് നേരെ കണ്ടുകൂടാത്ത പ്രസ്ഥാനമായിരുന്നു. അപ്പോ അവരൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ആദ്യമായി കുറുവടിയും ചുഴറ്റി ഇറങ്ങിയ 7 പേർ രാജ്യം ഭരിക്കുമെന്ന് സ്വപ്നം കണ്ടിട്ടാണോ? അതുമല്ല. അപ്പോൾ ഇത്തരം രാഷ്ട്രീയ സ്വാർത്ഥ സേവകർ, തങ്ങൾക്ക് പറ്റിയ സ്വാർത്ഥതയുള്ള നാടിനെ മുച്ചൂടും മുടിക്കാൻ കാത്തിരിക്കുന്ന കോൺഗ്രസ് എന്ന നികൃഷ്ടവും വൃത്തികെട്ടതുമായ ആ കൂറ പ്രസ്ഥാനത്തിൽ ഒരു കുടുംബത്തിന്റെ അടുത്ത തലമുറയായ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കാല് കഴുകി വെള്ളം കുടിക്കുവാനും പ്രിയങ്ക ഗാന്ധിയുടെ മക്കളുടെ കാല് കഴുകി വെള്ളം കുടിക്കുവാനും വിധിക്കപ്പെട്ട ശപിക്കപ്പെട്ട ജന്മങ്ങളായ കോൺഗ്രസ്സുകാരോടൊപ്പം പ്രിയപ്പെട്ട സന്ദീപ് വാര്യരെ നിങ്ങൾക്കും എന്നേക്കുമായി വിടാം.